നീ എന്താ വിചാരിച്ച് ഞാൻ അങ്ങനെ സ്നേഹം കൊണ്ടുള്ള പൊതിയാണെന്ന പറയേണ്ടതൊക്കെ പറയും വേണം. എന്നാ അവർ രണ്ടാളത് അറിയാനും പാടില്ല. നമുക്ക് നമ്മുടെ കാര്യം നടന്നു കിട്ടിയാ പോരെ. ഇന്ന് നോക്ക്, സിനിമയ്ക്കൊക്കെ ഞാൻ സിമ്പിളായി മുടക്കിയില്ലേ, ഇത്രയേ ഉള്ളൂ. നിക്കേട്ടാ, ഞാൻ വിളിക്കാം. ഈ വീട് മുഴുവൻ തട്ടിയടിക്കാനുണ്ട്. നൈസായിട്ട് ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വരാം. ശരിയെന്ന്. അത് ശരി. അപ്പൊ അമ്മ ഞാൻ വിചാരിച്ച പോലത്തെ ആളല്ല അല്ലേ? ഏട്ടാ, അമ്മയെ കാല് വേനയുടെ നമ്മളോട് കള്ളം പറഞ്ഞതാ. കള്ളം പറയേ? എന്തിന്? നീ വെറുതെ വേണ്ടാത്തോരെന്ന് പറയരുതട്ടോ. ഞാൻ വെറുതെ പറയുന്നല്ല ഏട്ടാ, ഞാൻ കേട്ടത് അമ്മ ആ ശ്രീധുവിനെ വിളിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ സിനിമയ്ക്കൊക്കെ മടക്കാൻ വേണ്ടിട്ടേ അമ്മ ഉണ്ടാക്കിയ ഒരു നാടകമായിരുന്നു കാലുവേദന. ശ്രീധുവിനെ വിളിച്ചിട്ടോ? അതിനമ്മ അങ്ങനെ പറയുന്നത്? എന്തിനാണ് ഏതിനാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കേട്ടത് ഞാൻ പറയാം. അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. ആ കാര്യം ഏട്ടനോ ഞാനോ അറിയാനും പാടില്ല. പിന്നെ ന്യൂട്ടറായിട്ട് ഇവിടുത്തെ എല്ലാ പണികളും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും വേണം. അമ്മായിമ്മ പോരിന്റെ വേറൊരു വശം, അത്രേ ഉള്ളൂ. അപ്പൊ അത് ശരി, അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? വെറുതെ അല്ല അമ്മ തന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കുന്നത്. തൽക്കാലേ നീ ഇത് അറിഞ്ഞതായിട്ട് ഭാവിക്കണം. മോളെ എന്ത് ഞാനിവിടെ ഉണ്ടമ്മ. നമുക്ക് വീടൊക്കെ ഒന്ന് തട്ടിയടിച്ചാലോ മോളെ? കൊറേയായി എല്ലാം തട്ടിയടിച്ചിട്ട്. നോക്ക് മാറാലി എത്രയാണെന്നുള്ളത്. അമ്മ പറഞ്ഞത് ശരിയാ, ഈ വീട് ആകെ മാറാലി പിടിച്ചെടുക്ക. അല്ല, അമ്മയല്ലേ പറഞ്ഞ അമ്മയ്ക്ക് കാല് വേദനയാണെന്ന്. എന്നിട്ട് ഈ വേദന വെച്ച് അമ്മ എങ്ങനെ മേലെ കയറിയേ? അതന്നെ ഞാനും വിചാരിച്ചത്. കുറച്ചു നേരത്തെ അമ്മ കാല് വയ്യാന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നല്ലേ, പിന്നെ ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പും കയറി മേലെ പോയത്? അത് ശരിയാണല്ലോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കേറി ഇറങ്ങിയില്ലേ, എന്റെ കാല് വേദന മാറിപ്പോനെ. എന്തായാലും സമാധാനമേ. ഞാൻ വിചാരിച്ചു വല്ല ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇപ്പൊ പ്ലാസ്റ്റർ ഉണ്ട് വരുന്നത്. മോളെ ഇത് പിടിക്ക്. എനിക്ക് വേണ്ട, അമ്മ വെച്ചോ. അമ്മ എന്നോട് പറഞ്ഞതാ ഈ വീട് മുഴുവൻ മാറാലാണ് തട്ടിയടിക്കണമെന്ന്. അമ്മ കാല് വയ്യാണ്ട് കഷ്ടപ്പെടുകയല്ലേ, ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് അടുക്കളയിലേക്ക് പോയതാ. അമ്മന്റെ കാല് തട്ടി ആ സ്ലാബില്ലമ്മേ, അത് എന്റെ കയ്യില് തട്ടി. ഇതിപ്പോ എനിക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ ഇതും പുരട്ടിക്കൊണ്ട് നടക്കുക. അങ്ങനെയാണ് നീ ചെയ്യുന്ന കേട്ടോ. ഒരാളെ കാലുവേന ഇപ്പൊ മാറിയുള്ളൂ, ഇനിയിപ്പോ നീ ഇതൊക്കെ ചെയ്തിട്ട് നിന്റെ കൈവേന കൂട്ടാൻ നിൽക്കണ്ട. ഇല്ല, ഞാൻ ചെയ്യണില്ല. അമ്മയ്ക്ക് കാലുവേദന മാറിയില്ലേ, എന്നെ പോലെ കൈവേദന ഇല്ല. ഓടി ചാടി നടന്ന് തട്ടിയടിക്കാനേ ഈ സമയത്ത് അമ്മയ്ക്ക് മാത്രമേ പറ്റൂ. ഇനി എന്തായാലും വൈകിക്കണ്ട, അമ്മ വേഗം പണി തുടങ്ങിക്കോ. അങ്ങനെ ഇട്ടാലേ മഹാലക്ഷ്മി ഉണ്ടാവൂല. തീരെ അനക്കാൻ വയ്യാട്ടൊക്കെ. അമ്മ ചെയ്താൽ മതി. അമ്മയ്ക്ക് ഇപ്പൊ കാലുവേന ഒന്നുമില്ലല്ലോ. എനിക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ട്. ഒരു ചൂട് ചായയും കടിയും കഴിക്കാണ്ട് ഒരു മനസ്സമാധാനം ഇല്ല. മോളെ എന്താ അമ്മേ? ഇന്ന മോളെ ഇതങ്ങ് എടുത്തോ. പിന്നെ ഇന്നലെ നല്ല ഉള്ളി വാങ്ങിട്ട് വന്നിട്ടില്ലേ, മോള് കുറച്ച് ചൂടുള്ള ഉള്ളിവട ഉണ്ടാക്ക്. മോളിന് കഴിയുന്ന ഉള്ളിവട ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാ. ആയിക്കോട്ടെ. എന്തൊരു നല്ലൊരു മോള. നല്ല ഉള്ളിയാ മോൻ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ചൂടോടെയുള്ള ഉള്ളിവട അമ്മയ്ക്ക് ഞാൻ എപ്പോ ഉണ്ടാക്കി കൊടുക്കാം. ഉള്ളിവട മാത്രം ആകണ്ട, കുറച്ച് മുളക് ബജിയും കൂടി ഉണ്ടാക്കാം. അമ്മേ, നമുക്ക് ഉള്ളിവട മാത്രം ആക്കണ്ട, കുറച്ച് മുളക് ബജിയും കൂടി കഴിച്ചാലോ? ആയിക്കോട്ടെ മോളെ. ഉള്ളിവടയും മുളക് ബജിയും നല്ല കോമ്പിനേഷനാ, നമുക്ക് ചൂടോടെ കഴിക്കാം. അത് ഞാനും ഓർത്തുമ്മേ.
അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ അല്ലേ? വെറുതെ ഇരിക്കല്ലേ. അമ്മ ഈ ഉള്ളി മുളകൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കി. അപ്പോഴത്തേക്ക് ഞാൻ മാവ് റെഡിയാക്കാം. അമ്മ ഇങ്ങനെ നോക്കൊന്നും വേണ്ട, പതുക്കെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ ചായക്കടി അങ്ങോട്ടും ഇങ്ങോട്ടും 5 മിനിറ്റ് വൈകുന്നുണ്ട്, ഒറ്റ ഒരു കുഴപ്പമില്ല. അമ്മേന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോഴേ അതിന് വേറൊരു ടേസ്റ്റാ. മോൾ അലക്കാൻ പോവുക. അമ്മ അലക്കാൻ പോവാ. എന്നാലും ഒന്ന് നിൽക്കും മോളെ, അമ്മ ഇപ്പൊ വരാം. എന്നാ മോളെ ഈ മാക്സിം കൂടി ഒന്ന് കഴുകുക. നിറയെ അഴുക്കുണ്ട്. കിച്ചണിൽ നിന്നിട്ടേ മഞ്ഞൾ എണ്ണ എല്ലാം ആയിട്ടുണ്ട് മോളെ. ആണോ അമ്മേ? അങ്ങനെയാണെങ്കിൽ കല്ലിട്ട് നന്നായിട്ട് അടിച്ചടിച്ച് അലക്കേണ്ടി വരും അല്ലേ? ആ മോളെ നല്ലോണം അടിച്ച് അലക്കണം. എന്നിട്ട് കല്ലിട്ട് കുത്തി 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 പിഴിയണം, നല്ല വൃത്തിയാവും. ആ അതാ അമ്മേ. മോളെ ഇവളെ എന്നോടാ കളിക്കാൻ നിൽക്കുന്നത്. നിന്നെ എങ്ങനെ പണിയെടുപ്പിക്കണമെന്ന് എനിക്കറിയാം മോളെ. വില്ലെത്തി. അങ്ങനെ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് എന്നെ കൊണ്ട് എല്ലാ പണി എടുപ്പിക്കാന്നല്ലേ അമ്മേന്റെ വിചാരം? ഞാൻ എടുക്കാം, എല്ലാ പണിയും ഞാൻ എടുക്കാം. കല്ല് തന്നെ അലക്കണം, എന്നാലേ വൃത്തിയാവൂ. കല്ല് തന്നെ അലക്കിപ്പിക്കും. തൽക്കാലം അമ്മേന്റെ തുണി ഇവിടെ ഇരുന്നോട്ടെ. ഓ ഇവളെയാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. നീ അലക്കാൻ പോയിട്ട് 5 മിനിറ്റിലായുള്ളൂ മോളെ, അപ്പൊ ഇത് കളിക്ക് കഴിഞ്ഞോ? ആ അമ്മ കഴിഞ്ഞു. ഇത്രയും പെട്ടെന്ന് അലക്കി കഴിഞ്ഞോ? അതെങ്ങനെ? നീ എന്താ ഇല്ലമ്മേ, മുഴുവൻ തുണികളൊന്നും ഇല്ല. അമ്മന്റെ തുണികൾ മാത്രമേ ബക്കറ്റിലുള്ളൂ. പിന്നെ അമ്മന്റെ തുണികൾ കുത്തി 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 അലക്കണം അമ്മയല്ലേ പറഞ്ഞത്. അങ്ങനെ കുത്തി കുത്തി അലക്കാനുള്ള സ്റ്റാമിനൊന്നും എനിക്കില്ല. സമയം കിട്ടുമ്പോ അമ്മ തന്നെ പോയി അലക്കിയാൽ മതി. അമ്മേനെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കൊന്നും വേണ്ട. ഞാൻ തുണികളൊക്കെ മെഷീനിലിട്ടുകൊണ്ട് കറണ്ട് ബില്ല് കൂടുമെന്നല്ലേ ആലോചിച്ചത്. ഇനി അഥവാ 5-10 രൂപ കറണ്ട് ബില്ല് കൂടാണെങ്കിൽ അത് ഞാൻ എന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അടച്ചോളാം. അത് ശരി, അമ്മയുടെ വേണ്ടയും ഭക്ഷണം നിൽക്കായിരുന്നോ? ഞാൻ അവിടെ അകത്ത് കുറെ നേരം നോക്കി. എന്നെ നോക്ക്. എന്തിന്? അത് ഞങ്ങളൊന്ന് പുറത്തു പോവാ. പുറത്തേക്കോ? അവൻ മാത്രല്ലേ പോകുന്നത്, നീ എന്തെടുക്കാൻ പോവുക? അമ്മേ, ഞങ്ങള് സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയതാ. തിരിച്ചു വരുമ്പോ കുറച്ച് വൈകും. 2 ആളും പോകുന്നുണ്ടോ? അയ്യോ മോനെ. എന്തു പറ്റി അമ്മേ? കാലുവേനയോ? ആ മോനെ, പെട്ടെന്നൊരു വിലക്കലടാ കാല്. നല്ല വേദനയുണ്ട് അമ്മയ്ക്ക്. എന്താ ചെയ്യുന്ന എനിക്ക് അറിയില്ലടാ. അയ്യോ. എനിക്കത് തോന്നി അമ്മയ്ക്ക് കാലുവേന വരുന്നു. അമ്മേ, അമ്മയ്ക്ക് അത്രയ്ക്ക് വേദന കൂടാണെങ്കിലേ നമ്മുടെ അപ്പുറത്തെ വിലാസം ചേച്ചിയില്ലേ, അവര് വിളിച്ചിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയിക്കും. ഇനിയിപ്പോ അമ്മയ്ക്ക് അതിനൊന്നും സമയമില്ലെങ്കിലേ അന്നത്തെ പോലെ അമ്മേ നമ്മുടെ വീടിന്റെ സ്റ്റെയർ കേസ് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയാൽ മതി. അമ്മേന്റെ കാലുവേന പോകും. നീ എന്ത് നോക്കിക്ക, വാ പോവാ. എന്നാ ഞങ്ങള് പോയിട്ട് വരാമേ.